ബിഗ് ബോസിൻ്റെ ലൈവിൽ വൻ കോമഡികൾ നടക്കുകയാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഓണം എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഒരു തിരുവാതിര കളി അവിടുത്തെ ലേഡി കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. ആ സമയത്ത് ബിഗ് ബോസ് പാട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ നെവിൻ ഒരു ട്രഡീഷണൽ ലേഡി ലുക്കിൽ ഒരു സെറ്റ് മുണ്ടാക്കി കൊടുത്ത് തിരുവാതിര കളിക്കാൻ അവരുടെ കൂടെ അങ്ങ് ജോയിൻ ചെയ്യുന്നു. അവരോട് അനുവാദമൊന്നും ചോദിച്ചില്ല, ഞാൻ എന്നെ കൂട്ടുമോ എന്നൊന്നും ചോദിച്ചില്ല. നേരെ ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ വരുന്നു. അവർ വട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ നടുക്കോട്ട് അങ്ങ് കയറുന്നു, സ്റ്റെപ്പ് അങ്ങിട്ട് കളിക്കുന്നു. പക്ഷെ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നെവിൻ്റെ സ്റ്റെപ്പൊക്കെ കണ്ടപ്പോൾ അവർക്ക് തന്നെ ചിരി വന്നു. അവർ തമ്മിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പക്ഷെ അവർ മാക്സിമം മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. നെവിൻ പക്ഷേ വിട്ടുകൊടുക്കുമോ? നെവിൻ അവിടെ ഒന്നും കളി നിർത്തുന്നില്ല. ഇത് കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന ജിഷിനും പ്രവീണൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇതെന്തായാലും കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇത് എപ്പിസോഡിൽ ചിലപ്പോൾ എയറായി പോകും. ഇവൻ എൻ്റെ സ്ക്രീൻ സ്പേസ് അല്ല, ഇവൻ തട്ടിയെടുക്കുവാണല്ലോ എന്നുള്ളൊരു ചിന്തയാണോ എന്നറിയത്തില്ല. അവർക്കങ്ങ് ചിരിയൊന്നും വരുന്നില്ല. പക്ഷെ നമ്മുടെ നെവിൻ ആരാ മുതൽ? നെവിൻ അവിടെ കൊണ്ടൊന്നും വിട്ടു കൊടുക്കുന്നില്ല. സ്റ്റെപ്പ് വീണ്ടും ഇടാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ അവരുടെ അടുത്തോടെ ചെന്നു. ഒടുവിൽ നെവിൻ്റെ സ്റ്റെപ്പുകൾ കണ്ട് അവർക്ക് ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതാണ് നെവിൻ. അവസാനം നെവിൻ പ്രവീണിൻ്റെ ഒക്കെ അടുത്ത് ചെന്ന് പ്രവീണെ വിളിച്ചുകൊണ്ട് വന്ന് പ്രവീണെ ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്, തിരുവാതിര കളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ അത് നെവിനെ കഴിഞ്ഞിട്ട് ഈ ഒരു സീസൺ 7 വേറെ ആരും ഉള്ളൂ. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.